ഒരു സ്റ്റാർട്ടപ്പ് ആരംഭിച്ച ആദ്യ വർഷം തന്നെ 2 കോടിയോളം കടക്കണിയിലായ സംരംഭകൻ ഇപ്പോൾ വർഷം 18 കോടിയോളം ടേൺ ഓവർ സ്വന്തമാക്കുന്ന കഥ. നമ്മൾ പറഞ്ഞു വരുന്നത് മലയാളിയായ ഫൈസലും അദ്ദേഹത്തിൻ്റെ കോഫൗണ്ടേഴ്സായ സൈഫുദ്ദീനും സുദീപും ചേർന്ന് ആരംഭിച്ച സ്റ്റാർട്ടപ്പിനെ കുറിച്ചാണ്. മെസ്വാല എന്ന പേരിൽ 3 വർഷങ്ങൾക്ക് മുമ്പാണ് ഇവരുടെ സ്റ്റാർട്ടപ്പ് അവതരിപ്പിച്ചത്. സാധാരണക്കാർക്ക് 3 നേരം ഭക്ഷണം കുറഞ്ഞ ചിലവിൽ ഓൺലൈനായി എത്തിക്കുക എന്നതായിരുന്നു മെസ്വാലയുടെ ബിസിനസ് ആശയം. കൊച്ചി ബേസ് ചെയ്തുകൊണ്ടായിരുന്നു ഫൈസലിൻ്റെ പ്രവർത്തനം നടന്നിരുന്നത്. ആ ഒരു സമയത്ത് 10,000 പേർക്ക് പാചകം ചെയ്യാനുള്ള കിച്ചൺ അടക്കം ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ സ്റ്റാർട്ടപ്പ് ആരംഭിച്ചു. ആ ഒരു സമയത്ത് തന്നെ പ്രോപ്പർ ഇൻവെസ്റ്റേഴ്സിനെ കിട്ടാത്തതും പ്രളയം വന്ന് ഇവരുടെ കിച്ചൺ മുഴുവൻ വെള്ളം കയറിയതും എല്ലാം കൂടിയായപ്പോൾ ഏകദേശം 2 കോടിയോളം രൂപയുടെ കടവും ഇവർക്ക് വന്നു. സ്വന്തമായുള്ള സ്ഥലം വിറ്റുകൊണ്ടാണെങ്കിലും മെസ്വാല എന്ന ബ്രാൻഡിൻ്റെ ക്വാളിറ്റിക്ക് യാതൊരു കോട്ടവും തട്ടിക്കാതെ കൊണ്ടുവന്നത് കൊണ്ട് തന്നെ മെസ്വാലയെ തേടി കോഴിക്കോട് നിന്നും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വലിയൊരു ഓർഡർ ലഭിച്ചു. അതോടെ കൂടുതലായി B2B ബിസിനസ്സിലേക്ക് ശ്രദ്ധ തിരിച്ച് ഫൈസലും ടീമും തുടർന്ന് അങ്ങോട്ടുള്ള ആദ്യ വർഷം 2 കോടിയാണ് കമ്പനിയുടെ ടേൺ ഓവറായി ഉണ്ടാക്കിയത്. തൊട്ടടുത്ത വർഷം ഏകദേശം 18 കോടി രൂപയും ടേൺ ഓവറാക്കാൻ ഫൈസലിനും അദ്ദേഹത്തിൻ്റെ മെസ്വാല എന്ന ബ്രാൻഡിനും സാധിച്ചു. ഇനി ഇന്ത്യ മുഴുവൻ മെസ്വാലയുടെ മൊബൈൽ ആപ്പിലൂടെ ഭക്ഷണം കൊടുക്കും